നമസ്തേ. നാം ഇപ്പോൾ വളരെ ആഴമുള്ള ഒരു ആത്മീയ സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതായത് അവതാരങ്ങളും രാശിചക്ര യുഗങ്ങളും തമ്മിലുള്ള ബന്ധം. മനുഷ്യചരിത്രത്തിൽ മഹാന്മാരായ അവതാര പുരുഷന്മാർ വെറും മതസ്ഥാപകരല്ല. അവർ കോസ്മിക് സമയചക്രവുമായി ബന്ധപ്പെട്ട ആത്മീയ ഗുരുക്കന്മാരാണ്. കോസ്മിക് യുഗങ്ങൾ, സോഡിയാക് ഏജസ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് പോലെ മനുഷ്യബോധവും വലിയ ഒരു കോസ്മിക് ചക്രത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇത് സോഡിയാക് ഏജസ് എന്നറിയപ്പെടുന്നു. ഓരോ ഏകദേശം 2000 വർഷത്തിലൊരിക്കൽ മനുഷ്യരാശി ഒരു പുതിയ ബോധഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉദാഹരണമായി ടോറസ്, ഏരീസ്, പിഷസ്. ഇപ്പോൾ വരുന്നത് അക്വേറിയസ് ഏജാണ്. ഓരോ യുഗത്തിലും മനുഷ്യരെ നയിക്കാൻ ഒരു അവതാരം വരുന്നു. ഏരീസ് യുഗം, ലാംബ് ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിൻ്റെ അരോമായിക് പേരാണ് യഹോവ അല്ലെങ്കിൽ യഹോഷുവ. അവിടുത്തെ ഉപദേശങ്ങൾ ആരംഭിച്ചത് ഏരീസ് യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഏരീസ് എന്ന രാശിയുടെ ചിഹ്നം എന്താണ്? ആട്, ലാംബ്. അതുകൊണ്ടാണ് യേശുവിനെ ലാംബ് ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ഉപമ മാത്രമല്ല, ഇത് സൂചിപ്പിക്കുന്നത് പഴയ ബലി സമ്പ്രദായത്തിൽ നിന്നും ആത്മബലിയിലേക്കുള്ള മാറ്റം, അഥവാ ബാഹ്യ ആരാധനയിൽ നിന്നും ആന്തരികമായ ആത്മീയതയിലേക്ക്. ഫിഷ് സിമ്പിൾ. യേശുവിൻ്റെ ഉപദേശങ്ങൾ യഥാർത്ഥത്തിൽ സ്വാധീനിച്ചത് അടുത്ത യുഗമായ പിസസ് ഏജിലാണ്. മീനാണ് അതിൻ്റെ ചിഹ്നം. അതുകൊണ്ടാണ് ആദിമ ക്രിസ്ത്യാനികൾ മീനിൻ്റെ ചിഹ്നം ഉപയോഗിച്ചത്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത്, ഡിസൈപ്പിൾസിനെ വിളിച്ചത് ഫിഷസ് ഓഫ് മെൻ എന്നാണ്. അഥവാ മനുഷ്യരുടെ ആത്മാവിനെ അജ്ഞാന സമുദ്രത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്നവർ. അവതാര പുരുഷന്മാർ എന്തിനു വരുന്നു? ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യബോധം ഉയർത്തിയെടുക്കാൻ, പുതിയ ധർമ്മം സ്ഥാപിക്കാൻ, പുതിയ ആത്മീയ തരംഗം സൃഷ്ടിക്കാൻ. അവർ സമയം തിരഞ്ഞെടുക്കുന്നില്ല. കോസ്മിക് നിയമം അവരെ വിളിക്കുന്നു. ഇപ്പോൾ അക്വേറിയസ് യുഗം. മനുഷ്യരാശി കടന്നു പോകുന്നതിപ്പോൾ അക്വേറിയസ് ഏജിൽ കൂടെയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എനർജി അവയർനെസ്, മെഡിറ്റേഷൻ, സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി, യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഇപ്പോൾ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, എനർജി അണ്ടർസ്റ്റാൻഡിങ്, സോൾ റിയലൈസേഷൻ. യഥാർത്ഥമായ സന്ദേശം എന്താണ്? അവതാരങ്ങൾ മതം സൃഷ്ടിക്കാൻ വന്നവരല്ല.
അവർ വന്നത് മനുഷ്യനെ ദൈവബോധത്തിലേക്ക് ഉയർത്താനായിരുന്നു. സെപ്പറേഷൻ ഇല്യൂഷൻ ഇല്ലാതാക്കാനാണ്. സോൾ എവേക്കനിങ്. അതിനാൽ രാശിചിഹ്നങ്ങൾ ജ്യോതിഷ ചിഹ്നങ്ങൾ മാത്രമല്ല, അത് മനുഷ്യബോധത്തിൻ്റെ പരിണാമ ഭാഷയാണ്. നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം അവതാരം ആരായിരുന്നു എന്നല്ല, ഞാൻ ഏത് ബോധഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതാണ് ആത്മീയ യാത്രയുടെ ആരംഭം. എല്ലാവർക്കും നന്ദി. നമസ്തേ. ദിസ് ഇസ് രഞ്ജിത്ത് ഫ്രം തൃശൂർ, a student of Mahatma Chawakok Suyenma Charlotte, senior trainer at the Inner Sciences India Trust. Thank you. Namaste.